അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു 3x3 ക്യൂബ് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയാണ്. കൂടുതൽ എക്വേഷനോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയാണ്. നമ്മൾ എപ്പോഴും യെല്ലോ സെൻറ്റർ എടുക്കുക. യെല്ലോ സെൻറ്റർ എടുത്തിട്ട് അതിന് ചുറ്റും വൈറ്റ് കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇക്വേഷനോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെ ഐഡിയ അനുസരിച്ചിട്ട് ഇതേപോലെ യെല്ലോന് ചുറ്റും ഒരു വൈറ്റ് കൊണ്ടുവരിക. എന്നിട്ട് ഓരോ വൈറ്റിനെയും സൈഡ് കളർ എന്താണോ നോക്കുക, ആ കളർ വൈറ്റ് സെൻറ്റർ പീസ് മാച്ച് ചെയ്യിക്കുക. എന്നിട്ട് തൊട്ട് താഴോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ ഒരു പ്ലസ് കിട്ടും. പിന്നെ സൈഡ് കളറും മാച്ച് ആവും. അതിനുശേഷം നമുക്കിവിടെ ഈ 4 സൈഡ് വൈറ്റ് എത്തിക്കണം. അപ്പോൾ വൈറ്റ് നമ്മൾ നേരെ ഫ്രണ്ടിൽ വെക്കുക, സൈഡ് കളേഴ്സ് മാച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു ഇക്വേഷൻ ഇവിടെ റെഡ് സൈഡിൽ മാച്ചായി കിടക്കുന്നുണ്ട്, അതും അതേപോലെ. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ സൈഡ് മാച്ച് ആക്കി വെക്കുന്നു. ഈ പീസും സോൾവായി. ഇനി ഇതാ ഇവിടെ ഒരു പീസ് കാണുന്നത്, ഇതിനെ നമുക്ക് ആദ്യം സൈഡിലേക്ക് കൊണ്ടുവന്നു, നമ്മുടെ ഫേസിൽ കൊണ്ടുവന്നു. എന്നിട്ട് സൈഡ് മാച്ച് ചെയ്യിക്കുന്നു, ഇക്വേഷൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് താഴെ ഫുള്ള് വൈറ്റ് കിട്ടി, സെൻറ്റർ കളർ മാച്ചായി, താഴത്തെ കളറും മാച്ചായി. ഇനി നമുക്ക് ഈ സൈഡ് കളേഴ്സ്, ഈ 4 കളേഴ്സാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് മുകളിൽ യെല്ലോ അല്ലാത്ത പീസ് നോക്കുന്നത്. അവിടെ റെഡ് ആൻഡ് ബ്ലൂ ഉണ്ട്. അപ്പോൾ റെഡ് ആൻഡ് ബ്ലൂ ആയി മാച്ച് ചെയ്യിക്കുക. ഈ പീസ് എങ്ങോട്ടാണോ പോകാൻ നോക്കുന്ന ഈ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളത് ഓപ്പോസിറ്റ് തിരിച്ച് ഒരു ഇക്വേഷൻ ചെയ്യുന്നു. അപ്പോൾ ആ പീസ് ഇത് അവിടെ വന്നു, ഇതായിട്ട് മാച്ചായി. സെയിം വീണ്ടും മുകളിലേക്ക് നോക്കുക, യെല്ലോ ഇല്ലാത്ത ഏതെങ്കിലും പീസ് നോക്കുക, മാച്ച് ചെയ്യിക്കുന്നു. ഇത് ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത്, അതിനെ ഓപ്പോസിറ്റ് തിരിക്കുന്നു. അത് നമുക്കിവിടെ കിട്ടി. വീണ്ടും നമ്മൾ യെല്ലോ ഇല്ലാത്ത പീസ് നോക്കുന്നു, ഇത് ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഇവിടേക്കാണ് പോകേണ്ടത്. അത് മാച്ചായി. ആൻഡ് യെല്ലോ ഇല്ലാത്ത പീസ്, ഇപ്പോൾ ഇവിടെ എല്ലാം യെല്ലോ ഇല്ലാത്ത പീസാണ്. ഇപ്പോൾ നമുക്കിത് അവിടെ ഒരു പാരിറ്റി എറർ പോലെ ഈ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് മുകളിൽ കിട്ടും. ഇത് അവിടെ വന്നു. അതിന് പഴയ പോലെ തന്നെ ഇത് മാച്ച് ചെയ്യിക്കുക. ഇതിന് ഈ പീസ് ഇങ്ങോട്ടാണ് വരേണ്ടത്, അപ്പോൾ ഓപ്പോസിറ്റ് തിരിക്കുക. അപ്പോൾ നമുക്കിതാ 3x3 ക്യൂബിൻ്റെ 2 ലെയറുകൾ മൊത്തം സോൾവ് ആയി കിട്ടി. ഇനി ടോപ്പാണ് നോക്കേണ്ടത്. ടോപ്പ് ഇതേപോലെ ഇവിടെ ആദ്യം ഒരു യെല്ലോൻ്റെ പ്ലസ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, യെല്ലോൻ്റെ പ്ലസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യെല്ലോൻ്റെ ഒരു പ്ലസ് വന്നു. ഇത് യാദൃശികമായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ സോൾവ് ആയതാണ്. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിവിടെ ഒരു പ്ലസ് കിട്ടി. അതിനുശേഷം നമ്മൾ ഈ പ്ലസ്സിന് കിട്ടിയതിൻ്റെ സൈഡ് കളേഴ്സ് നമ്മൾ മാച്ച് ചെയ്യിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇത് മാച്ചായി, ഇത് മാച്ചായില്ല, ഇത് മാച്ചായില്ല, ഇത് മാച്ചായില്ല. വേറെ എന്തെങ്കിലും മാച്ച് ആവുന്നുണ്ടോ നോക്കാം. 2 കളർ മാച്ചായി, അത്രയും സുഖം. ഇതും മാച്ചായില്ല. റെഡ് ആൻഡ് ബ്ലൂ മാച്ചായി, ബാക്കി 2 മാച്ചായില്ല. അപ്പോൾ മാച്ച് ആവാത്തത് റൈറ്റ് സൈഡിൽ വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ചെയ്താൽ ഇതാ നമുക്ക് പ്ലസ് കിട്ടി. പ്ലസിൻ്റെ കളർ ഇതുമായിട്ട് മാച്ചായി, ഇവിടെയും മാച്ചായി, ഇവിടെയും മാച്ചായി, ഇവിടെയും മാച്ചായി. അതിനുശേഷം ഇനി 4 പീസുകളാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഈ 4 പീസ് സോൾവ് ചെയ്യണമെങ്കിൽ ഇത് ഏതാത് സ്ഥാനമാണോ നോക്കണം. അപ്പോൾ യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, ഇത് ഇവിടെ ഈ പീസ് ഇവിടെ തന്നെയാണ് വരിക. ജസ്റ്റ് പക്ഷെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണമെന്നുള്ളൂ. ഈ പീസ് റെഡ് ഇവിടെ വരാവുന്നതാണ്, യെല്ലോ അതും ഇതിവിടെ തന്നെയാണ് വരിക. ഈ പീസും ഇവിടെ തന്നെ വരാവുന്ന പീസാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിവിടെ സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള ആർ ഡി എന്നുള്ള ഇക്വേഷൻ ചെയ്താൽ മതി. ടോപ്പിൽ എപ്പോഴാണോ ഇതേപോലെ സോൾവ് ആവുന്നത് ഒന്നുകൊണ്ട് മാറ്റി വെക്കുക. എന്നിട്ട് വീണ്ടും ആർ ഡി ഇക്വേഷൻ ചെയ്യാം. ടോപ്പിൽ എപ്പോഴാണോ സോൾവ് ആവുന്നത് അതിനുശേഷം ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് വീണ്ടും ആർ ഡി ചെയ്യാം. നമ്മുടെ ക്യൂബ് സോൾവായി. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ നമ്മളെ മാത്സ് പറയുന്ന പോലെ ആ ഇക്വേഷൻ നിങ്ങൾ തറയായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3x3 ക്യൂബ് സോൾവിങ് ഭയങ്കര എളുപ്പമായിരിക്കും.